അസ്സലാമലൈക്കും. നമുക്കൊരു ചൈനീസ് യൂണിവേഴ്സിറ്റി കണ്ടിട്ട് വന്നാലോ? ഷിജിയാൻ വെയ് ഷോ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ പേര്. കംപ്ലീറ്റ് ആയിട്ട് എനിക്കറിഞ്ഞൂടാ, കേട്ടാൽ നിങ്ങൾക്കും പറഞ്ഞാൽ എനിക്കും മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ഫുള്ള് പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ വന്ന് എൻ്റെ ബ്രദറിലോ പഠിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. നമ്മളെ കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവൻ്റെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അവൻ പുറത്തോട്ട് വന്നിട്ട് ടീച്ചേഴ്സിനെയൊക്കെ കൊണ്ട് വിളിപ്പിച്ചിട്ടാട്ടോ നമ്മളകത്തോട്ട് കയറ്റി വിട്ടത്. അവൻ്റെ കൂടെ ഉള്ളത് ഇറ്റലിയിൽ നിന്നുള്ളൊരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതിൽ പകുതിയും കൊഴിഞ്ഞു പോയി ഈ ഒരു കളറോ ഇങ്ങനെ ഒരു പ്രസരിപ്പിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ മഴ വരുന്നതിന് മഴ നമുക്കിങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് വന്നിട്ട് ഇത് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഇവിടെ പലയിടത്തും ഇങ്ങനെ ചെറി ബ്ലോസം ഉണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ച പോലെ തന്നെ ലേക്കിലുണ്ട്. അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് കണ്ടത് ഈ യൂണിവേഴ്സിറ്റിയിലാണ്. ശരിക്കും എനിക്കിവിടെ ഇങ്ങനെ വന്നിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കപ്പിൾസൊക്കെ കാണൂലേ, അവർക്കൊക്കെ പറ്റിയ കാലാവസ്ഥയും അതിന് വേണ്ടി വിരിഞ്ഞിക്കുന്ന പൂ പോലെ ആട്ടോ ഫീൽ ചെയ്ത്. പ്രണയം ഇല്ലാത്തവർക്കും ഇമാജിനേഷനിൽ പ്രണയിക്കാമല്ലോ. കാരണം ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയല്ലേ പ്രണയിക്കാതിരിക്കുക, അതുപോലെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു അവരുടെ ഒരു ലൈഫ് അവിടെ ഇപ്പോൾ പഠിക്കുന്നവരുടെ ഇതൊക്കെ നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്ത് അതിലൂടെ. അവിടെ ഹോസ്റ്റലിലാണ് കൂടുതലും കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് അടിപൊളിയായിരിക്കുമല്ലോ എന്ന്. അപ്പോൾ മോളിങ്ങനെ ഫ്രണ്ടിൻ്റെ ഒപ്പം, അവൻ്റെ പേര് ഞാൻ മറന്നേ, അവൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളിവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ചുറ്റിത്തിരിഞ്ഞ് നല്ല കാലാവസ്ഥയായിരുന്നു നമ്മൾ പോയപ്പോൾ. നല്ല വെതറായിരുന്നേ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, നമുക്ക് കൂടുതൽ ആസ്വദിക്കാനൊക്കെ പറ്റിയായിരുന്നു. അവിടുത്തെ കോണ്ടൻറ് ക്രിയേറ്റേഴ്സും പിന്നെ കുറേ ഫോട്ടോ എടുക്കാൻ വന്നവരും വീഡിയോ എടുക്കാൻ വന്നവരും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ക്ലാസ് കഴിഞ്ഞൊരു ടൈം ആയിരുന്നെങ്കിലും എല്ലാവരും ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് നടക്കുന്ന ആ ഒരു സമയമായിരുന്നു, ഒരു വൈകുന്നേര സമയമായിരുന്നു നമ്മൾ പോയിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പുള്ളിക്കാരി വന്നിട്ട് അവളെ കണ്ടിട്ട് ഇങ്ങനെ ക്യൂട്ട് അഗ്രഷൻ എന്ന് പറയില്ലേ, പുള്ളിക്കാരി ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കണായിരുന്നേ. അവളെ കണ്ടിങ്ങനെ തുള്ളി ഇരിക്കണായിരുന്നു, ഭയങ്കര ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ആ പുള്ളിക്കാരൻ്റെ കേട്ടോ ക്യൂട്ടായിട്ട് തോന്നിയിട്ട്, ഇങ്ങനെ തുള്ളി ചാടിയൊക്കെ നിൽക്കുന്നൊക്കെ കണ്ടിട്ട്. അവരും കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയിട്ടോ. അതിന് ശേഷം നമ്മൾ പിന്നെ വേറൊരു സ്ഥലത്തോട്ട് കൂടി പോയേ. ഈ ചെറി ബ്ലോസം അല്ലാതെ വേറെ ഒരു നല്ല കളറുള്ളൊരു മജന്ത കളറുള്ളൊരു പൂവിൻ്റെ അടുത്തോട്ട് പോയി. ഇതും കൂടിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് പോയിട്ടാണ്. കാരണം അധികം നേരം നമ്മളവിടെ നിർത്തണതേ ഒരു ഇതിലാണ്. ഈ മേലയിൽ ഈ ഉണങ്ങിയിരിക്കുന്നതൊക്കെ കുറച്ചുകൂടി സമ്മറായി കഴിഞ്ഞാൽ വേറെ നല്ല ഭംഗിയുള്ള പൂ ഉണ്ടാവും കേട്ടോ അവൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വഴി അങ്ങോട്ട് പുറത്തോട്ട് പോയി. ഇത്ര നേരം കിട്ടിയത് തന്നെ ഭാഗ്യമാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു എന്തായാലും.